ചേട്ടാ നമസ്കാരം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്ത നമ്മൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ വാർത്ത ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള നസറുള്ള കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഹമാസിന്റെ തലവനെ പൂർണ്ണമായിട്ടും വധിച്ച് ഹമാസിനെ നടുവൊടിഞ്ഞ ചേരയെ പോലെ ഇട്ടിരിക്കുകയാണ് ഇസ്രായേൽ. അപ്പൊ ഹിസ്ബുള്ളയുടെ തലവനും ഇപ്പൊ പടമായി കഴിഞ്ഞു. 1000 കിലോ 10,000 കിലോ ബോംബ് ഹിസ്ബുള്ള തലവന്റെ തലയിൽ കൂടെ ഇട്ടാണ് ഇസ്രായേൽ ഹിസ്ബുള്ള തലവനെ വധിച്ചത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ എന്ന് പറയുന്ന രാജ്യം നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങിയേക്കാം എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഇപ്പൊ ഹിസ്ബുള്ളയും പടമായി, ഹമാസും പടമായി, ഇനി ഇറാനാണ് ഇതില് കളത്തിൽ നിൽക്കുന്നത്. ഇറാൻ എപ്പോ കളത്തിലേക്ക് വരും എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരും ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അവർ ഇതുവരെ കളത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പൊ വരും എന്ന് പറയുമെങ്കിൽ എത്തിയിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഡ്രില്ലൊക്കെ നടന്നിരുന്നു എന്ന റിപ്പോർട്ടുകൾ കാണാനിടയായി ഈ ഇറാനില്. പിന്നെ അമേരിക്കയുടെ ഒരു കളി ഇതിനകത്തുള്ളത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല. അമേരിക്ക ഈ ഇസ്രായേലിന്റെ ഈ വിഷയം, ഇസ്രായേൽ നസറുള്ളയെ വധിച്ച കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ലെന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അവർ വധിച്ചിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു UN ജനറൽ കൗൺസിലിൽ പോയി പ്രസംഗിച്ചത് അതിഗംഭീരമായിരുന്നു എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിഗംഭീരം എന്ന് പറയുമ്പോൾ തന്നെയും നെതന്യാഹു അവിടെ പല ആൾക്കാരെയും തുറന്നു കാട്ടി എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇനി ഇതിന്റെ ഒരു തലം എങ്ങോട്ടേക്കായിരിക്കും ഇത് പോകാനായിട്ട് പോകുന്നത്? ഇറാൻ ഉടനെ തന്നെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഇറാനെ ഇറക്കാനായിട്ട് ഇസ്രായേൽ പരമാവധി ശ്രമിക്കുന്നു എന്ന് നേരത്തെ ബിജേട്ടൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായിരിക്കും ഇനി ഇതിന്റെ ഒരു അവസ്ഥ? ഇത് ധനുഷിപ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ എടുത്തു കഴിഞ്ഞാല് UN ജനറൽ കൗൺസിലിൽ നടന്ന മീറ്റിംഗിൽ ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പേര് ഇറാനാണ്. ഇറാൻ പിന്നെ ഇത് ചെയ്യുന്നു, ഇറാനാണ് ഇതിന്റെ പിന്നിൽ, ഇറാന്റെ ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇതെല്ലാം നിർത്താൻ തയ്യാറാണ്. അപ്പൊ ഇറാന്റെ പേരാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം പ്രസംഗിച്ച് തീർന്നതിന് തൊട്ട് പിന്നാലെയാണ് ഈ ബെയ്റൂട്ടിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നത്. 6 ബിൽഡിങ്ങുകളാണ് ജനവാസ കേന്ദ്രത്തിലുള്ള തകർത്ത് തരിപ്പണമാക്കി. ഇതിന്റെ ഭൂഗർഭ നിലകളിലാണ് ഈ നസറുള്ള ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും 10,000 കിലോ ബോംബ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ബോംബുകളൊക്കെ US ബങ്കർ ബ്ലസ്റ്റർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ബോംബുകളാണ്, അമേരിക്കയുടെ ബോംബുകളാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. ഏതായാലും ഒരു നസറുള്ള മരിക്കുന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ അവരുടെ കമാൻഡർ കൊല്ലപ്പെടുന്നതുകൊണ്ടോ ഒരു സംഘടന ഇല്ലാതാകില്ല. സ്വാഭാവികം നമ്മൾ ഇത് ലോകം മുഴുവൻ കാണുന്നതാണ്. ചരിത്രം അങ്ങനെയാണ്. ഒരു നേതാവ് പക്ഷേ ഒരു നേതാവ് കൊല്ലപ്പെടുമ്പോൾ ആ സംഘടനയുടെ ആത്മവിശ്വാസം കുറയും എന്ന് മാത്രമാണുള്ളത്. അതായത് ഒരു യുദ്ധമുഖത്ത് അവിടെ ഒരു ലീഡർ കൊല്ലപ്പെടുമ്പോൾ കുറയുന്ന ആത്മവിശ്വാസം. പലരും പറയുന്നത്, ഇപ്പൊ ഒരു കമന്റ് ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു ഹിസ്ബുള്ള അങ്ങനെ പെട്ടെന്ന് തീരില്ല, വർഷങ്ങളോളം യുദ്ധം ചെയ്യേണ്ടി വരും ഹിസ്ബുള്ള പൂർണ്ണമായി ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഈ ഹിസ്ബുള്ളയുടെ തലവൻ കൊല്ലപ്പെട്ട വാർത്ത കണ്ടപ്പോൾ ഒരാൾ അത് ചോദിക്കുന്നു, നിങ്ങൾ അല്ലേ പറഞ്ഞത് ഈ ഹിസ്ബുള്ള കുറച്ചുനാൾ അധികം യുദ്ധം ചെയ്യുമെന്ന്? ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം ഒരു നസറുള്ള കൊല്ലപ്പെടുന്നതുകൊണ്ട് ഹിസ്ബുള്ള ഇല്ലാതായെന്നോ ഹമാസ് ഇല്ലാതായെന്നോ ഭീകരവാദം ഇല്ലാതായെന്നോ അർത്ഥമില്ല. അവർ കൊല്ലപ്പെടുകയില്ല. കാരണം ഈ ഒരു ആക്രമണം ഈ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇപ്പോൾ അത് ഈ നസറുള്ള കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഈ ആക്രമണം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ 65 റോക്കറ്റുകളാണ് ഇസ്രായേലിന് നേർക്ക് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. അപ്പം അതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ യുദ്ധത്തിലെ കമാൻഡർമാരും ക്യാപ്റ്റന്മാരും ഒക്കെ കൊല്ലില്ലേ? കാരണം ഹിസ്ബുള്ള ഒരു സൈന്യമാണ്. അതാണ് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഹിസ്ബുള്ള ഒരു സൈന്യമാണ്. അത് ഇറാൻ ഇന്ന് കുറച്ച് മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കമാൻഡർ കൊല്ലപ്പെട്ട അടുത്ത ആൾ ആ പോസ്റ്റിലേക്ക് വരും. ഇപ്പൊ നമ്മൾ തന്നെ യുദ്ധം ചെയ്യുമ്പോൾ സ്വാഭാവികമായി 2 രാജ്യങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ അത് ക്യാപ്റ്റനും കമാൻഡറും ഒക്കെ കൊല്ലപ്പെടും എന്ന് കരുതി ആ രാജ്യം തോറ്റു എന്നുള്ളതല്ല, ആ രാജ്യം ഇല്ലാതായെന്നുള്ളതല്ല. അടുത്ത കമാൻഡർ വരും. ആ ഒരു നഷ്ടം തന്നെയാണ്. അപ്പൊ ഇതാണ് അതിനകത്ത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇറാനെ സംബന്ധിച്ച് ഇപ്പോഴും അവർക്ക് അവർ കുറെ ഈ പിന്നോക്കം വലിഞ്ഞു നിൽക്കുകയായിരുന്നു, ആത്മസംയമനത്തിന്റെ പാതയിലായിരുന്നു. അതിനൊരു കാരണമുണ്ട് അവർക്ക്. കാരണം ഇപ്പോൾ അവരുടെ പുതിയ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ എന്ന് പറയുന്ന പ്രസിഡന്റ് ഒരു പുരോഗമനവാദിയാണ്. അദ്ദേഹം 2015 ഈ ആണവ നയം വീണ്ടും ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. അതായത് ഇറാനെ സംബന്ധിച്ച് ആണവോർജ്ജം അവർക്ക് പരമപ്രധാനമാണ്. ഇപ്പം ഈ അമേരിക്ക അവർക്ക് ഉപരോധം ഏർപ്പെടുത്തിയതും ബാക്കിയുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇസ്രായേലൊക്കെ ഇവരുടെ ഈ ആണവ വിരുദ്ധ നിലപാടിലേക്ക് പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇറാനെ പോലെ ഉള്ള ഒരു രാജ്യം അവര് ഈ ആണവോർജത്തിൽ ഒരു മേൽക്കൈ നേടിക്കഴിഞ്ഞാൽ അവർ ആണവായുധം ഉണ്ടാക്കാൻ അധികം വൈകില്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാനായിട്ട് ഊർജ്ജം അനിവാര്യമാണ്. ആ ഊർജ്ജത്തിന്റെ പ്രധാന സ്രോതസ്സായ ആണവോർജ്ജം എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊന്ന് പൊടിതട്ടി എടുത്തിട്ടുണ്ട്. യൂറോപ്യൻ കൺട്രീസിലെ ഫോറിൻ മിനിസ്റ്റേഴ്സിനെ കാണാനായിട്ട് ഈ മസൂദ് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയുമായും ഒക്കെ നല്ലൊരു ബന്ധത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു.
ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം ഉണ്ടായി. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുൻപ് ഇറാൻ കുറെ അധികം മിസൈലുകൾ ഈ ഇസ്രായേലിന് നേർക്ക് തൊടുത്തു വിട്ടിരുന്നു. നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ. വലിയൊരു ആക്രമണം 3 അതെ, സിലിണ്ടറിൽ ഒരു ആക്രമണം ഡമാസ്കസില് നടത്തി. ഇറാൻ അതെ ഡമാസ്കസിലെ അതെ. ഇറാന്റെ അവരുടെ ഈ കോൺസുലേറ്റ് ഇസ്രായേൽ കോൺസുലേറ്റ് ആക്രമിച്ചപ്പോ. ഉം. ആക്രമിച്ചപ്പോൾ അത് ഒരു ആക്രമണത്തിന് അവരത് വിട്ടത്. അതിനുശേഷം അതെ. അവരെ ഈ ഇറാനെ എന്താ അപമാനിക്കുന്ന തരത്തിലൊക്കെ പല സംഭവങ്ങളും നടന്നു. ഒന്ന് ഹനിയുടെ കൊലപാതകം. അതിനുശേഷം ഈ ഇറാന്റെ തന്നെ അംബാസിഡർ ഈ പേജർ സ്ഫോടനത്തിൽ കണ്ണ് പോയി ഗുരുതരാവസ്ഥയിൽ, അദ്ദേഹം കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നറിയില്ല, അതെ അതെ. ഗുരുതരാവസ്ഥയിൽ ആണ്. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടക്കുന്ന അതിഭയങ്കരമായ ബോംബിങ്ങും കാര്യങ്ങളും. അപ്പൊ ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം അവിടെ ഈ ഇറാനിലെ യാഥാസ്ഥിതികരും ഒപ്പം തന്നെ മതമൗലികവാദ സംഘടനകളും ഒക്കെ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇറാൻ ഇന്ന് തിരിച്ചടി നൽകണമെന്നാണ് പറയുന്നത്. അയത്തുള്ള ഖമേനി അവരുടെ പരമോന്നത നേതാവാണ്. അദ്ദേഹവും അതെ. നിരന്തരമായിട്ട് ഇത് പറയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇറാനെ സംബന്ധിച്ച് അവിടുത്തെ ഒരു ജനങ്ങളുടെ ഒരു പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സംഭവത്തിന് പോലും അവർ തിരിച്ചടിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടത് ഈ ഇസ്രായേൽ ആണ് അതിന്റെ പിന്നിലെന്ന് വിശ്വസിക്കുന്ന ഒരു ജനത കൂടിയാണ് അവര്. അപ്പൊ ആ ജനതയ്ക്കിടയിൽ ഭയങ്കരമായ ഒരു കലിപ്പുണ്ട്, തിരിച്ചടിക്കണം എന്നുള്ള കലിപ്പ്. അപ്പം സ്വാഭാവികമായും ഇറാനെ സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോഴും അവർ നിൽക്കുന്നത്. അതായത് ഈ ദമാസ്കസിലെ ഈ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചപ്പോൾ ചെയ്തതുപോലെ എങ്കിലും ഒരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മിസൈൽ അറ്റാക്ക് നടത്തണം എന്നാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. ഇത് തന്നെയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹിസ്ബുള്ള ഒരു രാജ്യമല്ല, പകരം നമ്മൾ ഹിസ്ബുള്ള ഒരു രാജ്യമായിട്ട് തന്നെയാണ് കാണുന്നത്, ലബനനായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇസ്രായേൽ അങ്ങനെയല്ല കാണുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് നേർക്കുനേർ മുട്ടാനായിട്ട് ശക്തമായ ഒരു രാജ്യമാണ്. അതിനാണ് അവർ ഇറാനെ ടാർഗറ്റ് ചെയ്യുന്നതിന് പ്രധാന കാരണം അതാണ്. അപ്പോൾ ഇറാൻ ഇസ്രായേൽ പോരാട്ടമാക്കിയത് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ഗ്യാപ്പിൽ അവർ ഹിസ്ബുള്ളെ തീർക്കാതെ പരമാവധി അവരെ അടിച്ചൊതുക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യപ്പെടുന്നത്. ഈ ഒരു സംഘർഷം കഴിയുന്നതോടുകൂടി ഹമാസിന്റെ പണി ഏതാണ്ടൊക്കെ തീരും, സൈലന്റ് ആയിട്ട് പോകും. മീൻസ് പുറലോകം അറിയുന്നില്ല ഈ ഗസയിലും മറ്റും എന്ത് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവരുടെയും ശ്രദ്ധ ഈ ഇറാൻ ഇസ്രായേൽ പോരാട്ടത്തിലേക്ക് നിൽക്കും. ഈ സാഹചര്യത്തിൽ ഹിസ്ബുള്ള, ഇറാൻ, ഇസ്രായേൽ ഈ ഇതിനിടയിൽ അവർ ഹമാസിന് വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്ത് തീർക്കുകയും ചെയ്യും. ഇതാണ് അവരുടെ ഒരു യുദ്ധ നീക്കം അല്ലെങ്കിൽ യുദ്ധതന്ത്രം എന്ന് പറയുന്നത്. അതായത് ലോകത്തിന്റെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് പതിപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഇതാണ് ഇസ്രായേൽ ഇപ്പോൾ. അത് തന്നെയല്ല, അവരിപ്പോൾ ഈ അമേരിക്ക അറിയാതെ ചെയ്യുന്നു എന്ന് പറയുന്നത് നമുക്കത് അത്രത്തോളം വിശ്വസിക്കാൻ പ്രയാസകരമാണ്. പക്ഷെ ഈ ഇസ്രായേലിന്റെ പല ആക്രമണങ്ങൾ നടക്കുമ്പോഴും അമേരിക്ക ഇത് തന്നെ പറയാറുണ്ട്. പേജർ സ്ഫോടനം നടന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞു. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തെ അറിയിച്ചുകൊണ്ട് അത് ചെയ്യാറില്ല. ഒരു സൂചന ചിലപ്പോൾ ഒരുപക്ഷെ നൽകിയിട്ടുണ്ടാകുമായിരിക്കാം. ഏതായാലും ഈ സംഭവഗതികൾ ഇങ്ങനെയാണ്. ഇതിനിടയിലാണ് ട്രംപ് ഇറാനെതിരെ ഒരു വലിയ ഗുരുതര ആരോപണമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ യുദ്ധം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട്. അതിലൊന്ന് രാഷ്ട്രീയമാണ്, പൊളിറ്റിക്സ് ആണ്. അതിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പൊളിറ്റിക്സും ഉണ്ട്, ഡൊണാൾഡ് ട്രംപിന്റെ പൊളിറ്റിക്സും ഉണ്ട്. അത് രണ്ട് പൊളിറ്റിക്സ്. പിന്നെ മതത്തിന് ഇതിനകത്ത് വലിയ സ്കോപ്പ് ഇതിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് അതിലില്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷിയ രാജ്യമായ ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ ആ ഒരു ഷിയ വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പൊ അവരെ പിന്തുണച്ചുകൊണ്ട് മറ്റ് അറബ് രാജ്യങ്ങൾ വലിയ താല്പര്യം അവർക്ക് ഇല്ലതാണ്. അത് തന്നെ ഇറാൻ ഒരുപാട് തവണ ഇവർക്കൊക്കെ പണി കൊടുത്തിട്ടുള്ളതുമാണ്. പിന്നെ സാധാരണഗതിയിൽ മുൻപോട്ട് വരേണ്ട ഒരു രാജ്യം തുർക്കിയാണ്. അവർക്കിപ്പോ അവരെങ്ങനെങ്കിലും ഈ മറ്റു ഗ്രൂപ്പുകളെ കയറി പറ്റാനുള്ള ശ്രമം ബ്രിക്സിലും അവിടെ ഇവിടെ കയറി പറ്റാനുള്ള ശ്രമം അവർ നടത്തി. അങ്ങനെ ആഗോള ശക്തികളൊക്കെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. പിന്നെ ഇന്നലെ ഈ നെതന്യാഹു നടത്തിയ പ്രസംഗത്തിൽ പ്രസക്തമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ സൗദി അറേബ്യ ആയിട്ട് ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്, സന്തോഷകരമായ ഒരു സന്ദേശമാണ് സൗദി നൽകുന്നത് എന്ന് അവർ പറയുമ്പോൾ അവർ സൗദിയുമായിട്ട് നല്ലൊരു കണക്ഷനിലേക്ക് അവർ എത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഹമാസിന്റെ ഒരു ഭീകരാക്രമണം ഉണ്ടായതും അവിടെ ഒരു കലക്കല് ഉണ്ടായതും. അപ്പൊ സൗദി ഈ വിഷയങ്ങളൊന്നും തന്നെ ഇടപെടുന്നില്ല. ഒപ്പം അവർ പറയുന്ന സ്വാഭാവികമായ കാര്യം മാത്രമാണ് അവർ പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കണം. എല്ലാവരും പറയുന്ന പോലെ അവരും പറയുന്നത്. UAE, ഖത്തർ തുടങ്ങിയ രാജ്യം, ഖത്തറിന് പഴയ ആവേശമില്ല. സാധാരണഗതിയിൽ ഈ പാലസ്തീൻ വിഷയത്തിൽ ഖത്തറാണ് ആദ്യാവസാനം ഇടപെടുന്നതും ഈ ഭീകരവാദികൾ സംഘടനകൾക്ക് ഫണ്ട് കൊടുക്കുന്നത്. പക്ഷെ അവർക്കും വലിയ ഒരു താല്പര്യം ഇതിനകത്തില്ല. കാരണം ഈ എല്ലാ രാജ്യങ്ങളും അവനവന്റെ കാര്യം നോക്കുക എന്നൊരു നിലയിലേക്ക് പോയി. പഴയ ഒരു കാലത്തിൽ നിന്ന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം എല്ലാവരും ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഒരു പാർട്ടാകാൻ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അത് തങ്ങളുടെ കരുത്തും ശക്തിയും ലോകത്തെ അറിയിക്കുവാനും തങ്ങളുടെ ആയുധം വിൽക്കുവാനും ആണെങ്കിൽ ഇപ്പൊ അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും ഇപ്പൊ ഈ മിഡിൽ ഈസ്റ്റില് ഒരുമാനപ്പെട്ട രാജ്യങ്ങൾക്കൊന്നും ഇല്ല. ഇറാന് പോലും അത് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇനി അവരൊരു വലിയ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ നാശമായിരിക്കും ഇറാന് സംഭവിക്കുന്നത്.
നമ്മൾ ഈ റൂമിനകത്ത് ഇരുന്നുകൊണ്ട് അടിക്കട്ടെ പിടിക്കട്ടെ അവര് മുമ്പോട്ട് പോട്ടെ എന്ന് പറയുമ്പോൾ ഒരു രാജ്യം തകർന്ന് തരിപ്പണമായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്നത് ഇറാനെ സംബന്ധിച്ച് അവർക്ക് പിന്തുണ നൽകേണ്ട രാജ്യം റഷ്യയാണ്. റഷ്യയെ സംബന്ധിച്ച് ഈ സമയത്ത് ഇറാന് പിന്തുണ കൊടുക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം അവരൊരു വാർഫീൽഡിലാണ്. ഉക്രൈനുമായിട്ടൊരു പൊരിഞ്ഞ യുദ്ധത്തിൽ അവർ നിൽക്കുമ്പോൾ അവർക്ക് ഈ അതെ. ഇറാനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. ഇറാന്റെ അടുത്തു നിന്നാണ് അവർ കഴിഞ്ഞ ദിവസം മിസൈൽ വാങ്ങിക്കൊണ്ടുപോയത് ഉക്രൈനെ അടിക്കാനായിട്ട്. അതായത് ഉം, ഈ ഉം. റഷ്യ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് പട്ടാളക്കാരെ എല്ലായിടത്തും ആഹ്, വിന്യസിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. കാരണം റഷ്യക്ക് ഒരു വലിയ ഉം. അതിർത്തിയാണുള്ളത്. അത് അവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം ഈ പുടിൻ പറഞ്ഞത് ആണവായുധം ഉപയോഗിക്കുന്നത്. കാരണം പെട്ടെന്ന് നടക്കുന്ന ഒരു പണി ആയതുകൊണ്ടാണ് പുള്ളി അത് പറഞ്ഞത്. കാരണം ഈ ഉം, ഉം, സൈന്യത്തെ, കാരണം നമ്മൾ എന്തുകൊണ്ടാണ് മലയാളികൾ റഷ്യൻ സൈന്യത്തിലേക്ക് പോകേണ്ടി വന്നത്? ഉം, അവിടെ ആളില്ല അവരുടെ മുന്നണിയിലേക്ക് പോകാൻ. കിട്ടുന്ന ഉം, ആൾക്കാരെയൊക്കെ കയറ്റി വെച്ച് നേരെ കയറ്റി വിടുക ചെയ്യുന്നത്. ഉം, ഈ ആളില്ലാത്തതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ നിർബന്ധിത സൈനിക സേവനമൊക്കെ ഉള്ളതാ റഷ്യയില്. അപ്പൊ അവിടെ അങ്ങനെ ഉം, ആളെ ഉം. കിട്ടുന്നില്ല. കാരണം അവർക്ക് വലിയൊരു അതിർത്തിയാണ് കിടക്കുന്നത്. ഉക്രൈനുമായിട്ടുള്ള അതിർത്തി മാത്രമല്ല അവർക്കുള്ളത്. എനിക്ക് ഉം. തോന്നുന്നു അതിനേക്കാൾ ഭേദം നമ്മുടെ രാജ്യമാണെന്ന് തോന്നുന്നു, ഇന്ത്യയാണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ബംഗ്ലാദേശ്, മ്യാൻമാർ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, പാകിസ്ഥാൻ, ചെറിയ അഫ്ഗാനിസ്ഥാൻ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഉം. ഈ റഷ്യയുടെ ചുറ്റോട് ചുറ്റും അടിയും പിടിയും ബഹളമാണ്. നമുക്ക് അതെ, ഇത്ര അതെ. വലിയ ശല്യം നമുക്കില്ല. അല്ല, അപ്പൊ അപ്പം ഇറാന് അതൊരു റഷ്യ വിഷയമാണ്. സപ്പോർട്ട് ചെയ്ത് ഇറാൻ ഇത് വിശ്വസിച്ചിരിക്കുകയാണോ? റഷ്യ തങ്ങളുടെ കൂടെ വരുമെന്ന് ഇറാൻ വിശ്വസിച്ചിരിക്കുകയാണോ? അല്ലല്ല, ഒരിക്കലും ഇല്ല. അതാ ഞാൻ പറഞ്ഞു, ഇറാൻ ഉം, എന്തുകൊണ്ട് പിൻവലിയുന്നു എന്നുള്ളതിന് കാരണങ്ങൾ പലതുണ്ട്. ഒന്നെന്ന് ഉം, പറഞ്ഞാൽ ഈ റഷ്യയുടെ സപ്പോർട്ട് ഇറാന് കിട്ടില്ല, ഒന്ന്. ഉം, രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇപ്പോൾ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറാനിൽ എന്തെങ്കിലും ഒരു മേൽക്കൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തകർന്ന് തരിപ്പണമായി പോകും. ഇനി അവരതിന് തയ്യാറല്ല. കഴിഞ്ഞ 50 വർഷമായിട്ട് പലതരം യുദ്ധങ്ങൾ ചെയ്ത് നശിച്ച് നാരായണക്കല്ല് പിടിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് അത്. അവർക്കിത് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയാണ് അവർ അവിടുത്തെ കൺസ്ട്രക്ഷൻ പണികൾ മുഴുവൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരുടെ ഉം, തുറമുഖത്തിന് നോട്ട് എന്തുകൊണ്ടാണ് അവർക്ക് മുമ്പോട്ട് പോകണം, അവർ ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അവർക്ക് കുറച്ചെങ്കിലും മുമ്പോട്ട് ആ ജലത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. കാരണം അവിടെ ഇറാനിൽ ഒരു യൂത്ത് വലിയ രീതിയിൽ തന്നെ, ചെറുപ്പക്കാര് വലിയ രീതിയിൽ തന്നെ ഇറാൻ വികസിക്കണമെന്ന് ആഗ്രഹിക്കുകയും അത് മുമ്പോട്ട് പോകണം, ആ പഴയ ഈ കഠിനമായ മത നിയമങ്ങളൊക്കെ എടുത്ത് കളയണം എന്ന് പറയുന്ന ഉം, ഒരു വലിയ വിഭാഗം ഉയർന്നു വന്നു. അപ്പൊ അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതും ഈ പറയുന്ന മസൂദ് പെസഷ്കിയാൻ ജയിക്കാനും ഇടയാക്കിയത്. അപ്പം ഉം, അവർക്ക് ആ ഒരു സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ സർക്കാരിനുള്ള താല്പര്യം പോലെ തന്നെ ജനത്തിനും താല്പര്യം വേണമല്ലോ. ജനത്തിന് താല്പര്യം ഇല്ലെങ്കിൽ അവരുടെ ഉം, താല്പര്യങ്ങൾ ഉം, സന്തോഷിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനും എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതായി വരും. അങ്ങനെ വരുമ്പോൾ ഉം. ഒരുപക്ഷെ ഇറാൻ പേരിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ അമേരിക്കയുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം പേരിന് വേണ്ടി ഒരു 2 3 4 ദിവസം അടുപ്പിച്ച് ഒരു മിസൈൽ ആക്രമണം നടത്താനുള്ള സാധ്യതകൾ അല്ല, മാത്രമാണ് ഇതിനകത്ത്. ഞാനൊരു കാര്യം ജോൺ ബിജേട്ടനോട് ചോദിക്കട്ടെ. ബിജേട്ട അന്ന് പറഞ്ഞിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ഇസ്മായിൽ ഹനിയെ ഈ ഈ ഇറാൻ അകത്ത് കയറി വധിച്ചപ്പോ അന്ന് പേരിന് വേണ്ടി മെസ്സേജ് അയച്ചേക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇറാൻ ഒന്നും ചെയ്തില്ല, ഇറാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം പേജർ ആക്രമണത്തിൽ ഇറാൻ അംബാസഡറുടെ കണ്ണും ഇവിടെ എല്ലാം പൊട്ടിത്തെറിച്ച് പോയി. അയാളുടെ സുപ്രധാന അവയവം തന്നെ പ്രവർത്തന രഹിതമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നിട്ട് പോലും ഇറാൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോ ഇറാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ അങ്ങോട്ടേക്ക് ഇസ്രായേലിലേക്ക് മെസ്സൈൽ അയച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പകയുള്ള പാമ്പാണ്. അവന്മാര് അമേരിക്ക പറഞ്ഞാലൊക്കെ കേൾക്കൂ. ഇനി ഒരു ഡ്രാമ അല്ല തന്നെയാണെങ്കിലും അല്ലല്ല എനിക്ക് അല്ല തോന്നുന്നത് ഈ പശ്ചിമേഷ്യയിൽ ഏറ്റവും വലിയ ശക്തിയാവാനായിട്ട് ഇറാനുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് ഇസ്രായേൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനല്ല. അവര് ഈ ദമാസ്കസിലെ ഈ എംബസി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ 3 ദിവസം അടുപ്പിച്ചിട്ട് ഉം. 1000 മിസൈലുകൾ വിട്ടെന്നാണ് ഇറാൻ പറയുന്നത്. എങ്കിൽ പോലും 1000 100 കണക്കുണ്ട്. മിസൈല് 100. വിട്ടിട്ടും ആ അപ്പം ഇസ്രായേൽ ഒന്നും തിരിച്ചു ചെയ്തില്ലല്ലോ. ഉം. ഇതിനകത്ത് ഈ യുദ്ധത്തിൽ ചില അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടല്ലോ. അപ്പം അവർ തിരിച്ചൊന്നും ചെയ്തില്ല. 3 ദിവസം ഒന്നും അവർ ചെയ്തില്ല. ഈ വന്ന ഈ മിസൈലുകളെല്ലാം അവർ തടയുക മാത്രമാണ് ചെയ്തത്. ഒരൊറ്റ മിസൈൽ ഉം. പോലും അവർ ഇറാന്റെ നേരെ വിട്ടില്ല. കാരണം അവർക്കെന്ന് പറഞ്ഞാൽ ഇറാൻ ഒരു സൈഡിൽ ഇങ്ങനെ നിന്ന് കിട്ടിയാൽ മാത്രം മതി. അവർ ഇപ്പൊ ഇറാൻ കണ്ടിന്യൂസ് ഇസ്രായേലിനെ ആക്രമിക്കണമെന്നോ ഇല്ലെങ്കിൽ ബോംബിടണമെന്നോ ഒന്നും ആകില്ല. കാരണം ഇസ്രായേലിന് നന്നായിട്ടറിയാം ഇസ്രായേൽ തിരിച്ചൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ ഇറാൻ. കാരണം അവരുടെ ഉം. ഏതൊക്കെ റൂട്ടിൽ വേണമെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റും ഇസ്രായേലിന് ശരിക്കും. അപ്പൊ ഉം. പിന്നെ ഉം. ഇവർക്ക് അത് വേണ്ട. ഒരു സൈഡിൽ ഇങ്ങനെ ഇറാൻ ഇങ്ങനെ നിന്ന് കിട്ടിയാൽ മാത്രം മതി. ഇറാനെ സംബന്ധിച്ചാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ കഴിഞ്ഞ എനിക്ക് തോന്നുന്ന ഒരു 3 4 5 6 മാസമായിട്ടുണ്ടാവും ആ ഒരു മിസൈൽ അറ്റാക്ക് ഇറാൻ നടത്തിയിട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉം. 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 അതുപോലെ ചിലപ്പോൾ ഒരു 2 3 ദിവസത്തേക്ക് അവിടുത്തെ ഇറാനിലെ ജനങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കുവാനും തങ്ങൾ ഒരു ഉം. സ്ട്രോങ് ആണെന്ന് കാണിക്കുവാനും വേണ്ടിയിട്ട് ഒരു മിസൈൽ ആക്രമണം നടത്തിയേക്കാം. ചിലപ്പോൾ അവര് ഉം. അതിനകത്ത് അത് ഉപയോഗിക്കുന്ന മിസൈലുകൾ കുറച്ചുകൂടെ പവർഫുൾ ആയ മിസൈലുകളായിരിക്കാം. അത് ഉം. അത് ആൾക്കാരെ കൊല്ലുക എന്നുള്ളതല്ല ലക്ഷ്യം.
തങ്ങൾ തങ്ങളുടെ ഇതിന് ഒരു പ്രതികാരം ചെയ്തു എന്നുള്ള രീതിയിലാണ്. കാരണം ഒരു ഫുൾ പണ്ട് ഈ എന്താ പറയുന്നത് പറഞ്ഞു. ദൂരദർശനിൽ വരുന്ന മഹാഭാരത യുദ്ധത്തിലൊക്കെ ഒരു സീനുണ്ട്. കർണൻ അങ്ങോട്ടൊരു അമ്പ ചെയ്യുമ്പം അർജുനൻ ഇങ്ങോട്ടൊരു അമ്പ ചെയ്യും, രണ്ടും കൂടെ നടുക്കെത്തി പൊട്ടിത്തെറിച്ച് പോകും. വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിനകത്ത്. ഇത് തന്നെയാണോ സംഭവിക്കാൻ പോകുന്നത്? അല്ല കാരണം അല്ല ഒരു എന്താ പറയുന്നത് ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകാൻ പറ്റില്ല ഇറാന്. അത് 101% ഉറപ്പാണ്. കാരണം ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്തോട് ഏറ്റുമുട്ടുക എന്നുള്ളതല്ല ഈ ഇറാന്റെ ഒക്കെ കംപ്ലീറ്റ് സാമ്പത്തിക വശങ്ങൾ തകർന്ന അരിപ്പണ. ഇപ്പം ഈ പുതിയൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ്, എക്കണോമിക്സ് ടൈംസിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇറാനിൽ നിന്ന് ഇപ്പൊ ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങുന്നു. ആ കാരണം ഇന്ത്യ പിന്നെ അതിനകത്തൊരു ഡീലുണ്ട്. എൽ- എവിടെ എന്താണെന്നറിയാം, യുദ്ധം നടന്നാലും ഇന്ത്യ ഇപ്പൊ അവിടെ ഓടി എത്തുന്നുണ്ട്. അല്ലല്ല ആ എണ്ണ വാങ്ങുന്ന ഒരു ഡീലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ കുറെ കോൺട്രാക്ടുകൾ തന്നിട്ടുണ്ട് ഇറാൻ, ഉം, അവരുടെ ഉം, ഇൻഫ്രാസ്ട്രക്ചർ ഇതിനൊക്കെ. അപ്പൊ അതിന്റെ ഒരു പ്രത്യുപകാരം എന്ന നിലയിലും ഇറാൻ അപ്പൊ എന്താണ് കൂടുതൽ ഡെവലപ്മെന്റിന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ മുൻപോട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ മാന്യമായിട്ട്, കാരണം അല്ല ഈ ഗൾഫ് കൺട്രീസ് ഈ എല്ലാം ഈ ഇറാനിലെ നമ്മളെ കുറച്ച് നാൾ മുമ്പ് തള്ളി പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണെന്ന് കുറച്ച് ദിവസം അല്ലല്ല മുമ്പ് പറഞ്ഞു. അവിടെയും ഉണ്ട് ധനുഷ്. അതിനകത്ത് ഒരു പൊളിറ്റിക്സും ഉണ്ട്, ഉം, എന്താണ് ഈ ഡിപ്ലോമസി ഉണ്ട്. അതിനകത്ത് ഉം, പൊളിറ്റിക്സ് എന്ന് പറയുന്നതാണ് ധനുഷ് ഇപ്പൊ പറഞ്ഞ സാധനം. അവരുടെ ഉം, പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയാണ്. ഈ ഖമേനി വാപോയ ഒരു ഉം, കോടാലിയാണ്, എല്ലാത്തിനും കയറി പുള്ളി കമന്റ് അടിക്കുന്ന ആളാണ്. അപ്പൊ ആ ഉം, ഒരൊറ്റ ഡയലോഗ് കൊണ്ട് പിന്നെ നിർത്തിയല്ലോ, പുള്ളി പിന്നെ പറഞ്ഞില്ലല്ലോ. അത് ഉം, സ്വാഭാവികമായിട്ട് പറയാം. ഈ ഖമേനി, എർദഗൻ എന്നൊക്കെ, എർദഗൻ പറഞ്ഞാൽ പിന്നെയും വാല്യൂ ഉണ്ടായിരുന്നത്, കാരണം അദ്ദേഹം അവിടുത്തെ ഒരു ഉം. പ്രസിഡന്റ് കൂടിയാണ്. അപ്പം അതെ എല്ലാത്തിനും അതെ. ഇവര് ഇങ്ങനെ പറയുന്ന ഒരു സ്വാഭാവികമായി ഇന്ത്യ വിരുദ്ധതയൊക്കെ പറയാം. അപ്പൊ അയത്തുള്ള ഖമേനി ആ രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം അയത്തുള്ള ഖമേനിക്ക് ഒരു അയാളുടെ വാക്കുകൾക്ക് വല്ല പ്രസക്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഹനിയ മരിച്ചതിന് തൊട്ട് പിന്നാലെ ഇറാൻ ഇസ്രായേലിനെ അടിക്കേണ്ടതല്ലായിരുന്നു. ഉം, സംഭവിച്ചില്ലല്ലോ അത്. ഉം, പലവട്ടം ഉം, ഖമേനി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതൊരു ആത്മീയ നേതാവിന്റെ ഒരു സംസാരത്തിനപ്പുറത്തേക്കില്ല. പക്ഷെ ഇന്ത്യ അതിന് ചുട്ട മറുപടി കൊടുത്തു എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം. കാരണം അത് ഇറാന്റെ ഉം, പരമോന്നത ആത്മീയ നേതാവാണ്. അതുകൊണ്ട് ഉം, ഇന്ത്യ അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇന്ത്യ വിരുദ്ധതയല്ല ഇവിടെ പറയുന്നത്. അദ്ദേഹം ഉം, പറഞ്ഞത് ഈ എല്ലാ ഈ മുസ്ലിം ആത്മീയ നേതാക്കന്മാരും പറയുന്ന സെയിം ഡയലോഗ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഉം. ജൂതന്മാരെ പറഞ്ഞു, ഇന്ത്യയെ പറഞ്ഞു, എല്ലായിടത്തും കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. കാരണം മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ ഒരു അതിൽ കണ്ടാൽ മതി. പക്ഷെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ മാസമൊക്കെ ഏറ്റവും കൂടുതൽ ഇറാനിൽ നിന്ന്, അതായത് ഇറാനിൽ നിന്ന് നമ്മൾ കുറച്ചായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഇറാനിൽ നിന്ന് നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇറാൻ കാരണം ഇറാന് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലൊന്നും എണ്ണ വെക്കാൻ പറ്റില്ല, ഉപരോധം ഉള്ളതുകൊണ്ട്. ആകെ ഇന്ത്യ കണക്കുള്ള കുറച്ച് പേർക്ക് മാത്രമേ എണ്ണ കൊടുത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ അവർക്ക്. ഉം, പിന്നെ ഉം, എന്താ പറയുക, അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവർ, പക്ഷെ ഞാൻ ഈ പറഞ്ഞതിന് സാധ്യത വളരെ കൂടുതലുണ്ട്. മുമ്പ് ചെയ്തതുപോലെ 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മിസൈൽ അറ്റാക്ക് ഉണ്ടാകും. ഇത് ഇത് ഒരുപക്ഷെ ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു നാടകമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരു ഉം. ഫുൾ സ്കെയിൽ പോകാതെ അവരുടെ അണികളെയും മറ്റുള്ളവരെയും തൃപ്തിപ്പെടുത്താൻ ചെയ്യുന്ന ഒരു തിരിച്ചടി എന്ന രീതിയിൽ ഇതിനെ കണ്ടാൽ മതിയാവും. എന്നാണ് ബിചേട്ടൻ പറയുന്നത്. എന്തായാലും അതിനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്, വളരെ കൂടുതലുമാണ്. ഇറാൻ ഉടനെ തന്നെ യുദ്ധത്തിലേക്ക് ഇറങ്ങും എന്ന റിപ്പോർട്ടുകൾ ഇപ്പൊ പുറത്തു വരുന്നു. അമേരിക്ക ഇതൊന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്നാണ് പറഞ്ഞത്. അമേരിക്ക മറ്റേ സുരാജ് പറയുന്നത് പോലെ എന്തൊരു ആക്ടിങ് എന്ന് പറയുന്ന രീതിയിലാണ് അമേരിക്ക നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ആ നസറുള്ള കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. യഹിയ സിൻവാർ ഹമാസിന്റെ കൊല്ലപ്പെട്ടു, പക്ഷേ അത് സ്ഥിരീകരണം വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ ബിചേട്ടാ? അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ IDFന്റെ ഒരു രീതി, നമ്മൾ അവരുടെ ഈ മൊസാദിന്റെ ആയാലും ഒക്കെ ഈ ഇസ്രായേൽ സേനയുടെ ഒക്കെ ഒരു രീതി പരിശോധിച്ചു കഴിഞ്ഞാല് അവർ ഈ കൊലപാതകം നടന്ന ഉടനെ തന്നെ ഡിക്ലെയർ ചെയ്യാറില്ല. ചിലപ്പോൾ ഉം, മാസങ്ങൾ കഴിഞ്ഞിട്ടോ വർഷങ്ങൾ കഴിഞ്ഞിട്ടോ ഒക്കെയാണ്. അത് അമേരിക്കയ്ക്കും ഉണ്ട് ആ രീതി. കാരണം ഇവര് ഉം. ഈ മരണം സ്ഥിരീകരിക്കുന്നത് ഈ DNA ടെസ്റ്റ് ഉൾപ്പെടെ നടത്തി അവർക്ക് ഓ 100% കൺഫേം ചെയ്തിട്ട് ക്രോസ് ചെക്ക് ഓ ഐ ചെയ്തതിന് സി. ശേഷം മാത്രമാണ് ഇവർ ഈ മരണം ഡിക്ലെയർ ചെയ്യുകയുള്ളൂ. പക്ഷെ ഇപ്പോ ഈ നസറുള്ളയുടെ മരണത്തിനകത്ത് അവർ പറയുന്ന കാര്യവും ഈ ഹമാസിന്റെ തലവനെ കൊന്നപ്പോഴും അവർ പറഞ്ഞൊരു കാര്യം, അവരുടെ ഈ സൈനിക വൃത്തങ്ങൾ എന്ന് പറയും, അതായത് ഈ സൈനിക ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത്, അവർ പറയുന്നത് രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല എന്ന ഡയലോഗാണ് ഈ നസറുള്ളയുടെ കാര്യത്തിലും അവർ പറഞ്ഞ കാര്യം. ജീവനോടെ ഇരിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനെ നമുക്കൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ അത്, അതിൽ പങ്കെടുത്ത സൈനിക ശരി. ഉദ്യോഗസ്ഥൻ പറയുന്നു. അപ്പൊ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു നമുക്ക് കരുതാം. ഡിക്ലറേഷൻ ആയിട്ട് നമുക്ക് അതിനെ കാണാനായിട്ട് സാധിക്കും. എന്തായാലും ഇനി ഹിസ്ബുള്ള എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്ക് കണ്ടറിയാൻ സാധിക്കും. ബിജേട്ടൻ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ തലവൻ മരിച്ചാൽ പോലും ഹിസ്ബുള്ള അടങ്ങില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം
ഹിസ്ബുള്ളയെ അതെ തീർക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് നാളത്തെ ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് പറയുന്നത്. പക്ഷെ അയാളുടെ തലവൻ മരിച്ചു കഴിഞ്ഞു. അതിന്റെ താഴെയുള്ള അബു മൂസ, അലി കരാഗി, ഡ്രോണിന്റെ ചീഫ് എല്ലാവരെയും ഇസ്രായേൽ വധിച്ച ശേഷമാണ് ഇപ്പൊ 1000 കിലോ ബോംബ് തലവന്റെ മണ്ടേ കൂടെ ഇട്ടിരിക്കുന്നത്. ഇറാനെ ഇത് ചൊടിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ഇറാൻ യുദ്ധമുഖത്തേക്ക് വരുമോ വരില്ലയോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇറാൻ ജനങ്ങൾക്കിടയിൽ ഒരു അമർഷം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഡമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റ് ആക്രമിക്കപ്പെട്ടപ്പോൾ 100കണക്കിന് മിസൈലുകൾ അങ്ങോട്ടേക്ക് അയച്ച ഇറാൻ എന്ത് പറ്റി എന്നാണ് അവിടുത്തെ ജനങ്ങൾ അമർഷത്തോടുകൂടി ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇറാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങുമോ, ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിലേക്ക് വരുമോ, അത് ഇസ്രായേൽ തടുക്കുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ട കാര്യം. പുതിയൊരു ഡയമെൻഷനിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ലെബനനിലെ കാര്യങ്ങൾ ഏകദേശം പൂർത്തിയാക്കി. ഇനി ഹിസ്ബുള്ളയിൽ ഉയർന്നു വരുന്ന തലവന്മാരെ തട്ടി നിന്ന് കഴിഞ്ഞാൽ ഇസ്രായേലിന് പിടിച്ചിരിക്കാനായിട്ട് സാധിക്കും. ഇനി നേരെ ഇറാനിലേക്ക് ഇസ്രായേൽ വരുമോ എന്നുള്ള ചോദ്യങ്ങൾക്കാണ് നമുക്ക് ഉത്തരം ലഭിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു ബിജോയ്, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.